ഹസ്തരേഖ ലക്ഷണശാസ്ത്രത്തിൽ പെട്ടതാണ്. ലക്ഷണശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്തകൾ. ഇപ്പം നമ്മൾ അതിന് പക്ഷെ നമുക്ക് മുൻപരിചയം വേണം. ഇപ്പം നമ്മളൊരു ഓറഞ്ച് കണ്ടാൽ ആ ഓറഞ്ചിന് മധുരമാണോ പുളിയാണോ എന്നൊക്കെ പെട്ടെന്ന് നമുക്കൊരു ധാരണ മനസ്സിലേക്ക് വരും. അതേസമയം ഓറഞ്ച് പോലെ തന്നെ ഒരു ബോള് കണ്ടാൽ ഈ ഓറഞ്ച് കണ്ടിട്ടില്ലാത്ത ആൾക്ക് ഈ ബോളും ഓറഞ്ചും ഒരേപോലെയാണ്. അവർ യാതൊരു വൈകാരിക അല്ലെ മാനസിക ഭാവം വ്യത്യാസങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ആ ഓറഞ്ചിനെ നമ്മൾ മുന്നിൽ അതിന്റെ രുചിയും അതിന്റെ മൃദുത്വം ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയാം. അതേപോലെ തന്നെ ഒരു വസ്തുവിനെ പറ്റിയുള്ള ഒരു മുന്നറിവാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റിയുള്ള മുന്നറിവ് തരുന്ന ഒരു ശാസ്ത്രമാണ് ഹസ്തരേഖ ശാസ്ത്രം. ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അനുസരിച്ച് ആ വ്യക്തിയിൽ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങളിൽ ആ ഗ്രഹത്തിൻ്റെതായിട്ടുള്ള സ്വാധീനം മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ജ്യോതിഷത്തിൽ ഗ്രഹനില വിശദമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഫലങ്ങൾ പറയും. ഹസ്തരേഖ ശാസ്ത്രത്തിൽ നമ്മൾ ശരീരശാസ്ത്രമൊന്നും ഉപയോഗിക്കുന്നില്ല, കൈ മാത്രമാണ് അതിനായിട്ട് നമ്മൾ നോക്കുന്നത്. കൈകളിൽ 5 വിരലുകളുണ്ട്, അത് നമ്മുടെ 5 ഗ്രഹങ്ങളെ കാണിക്കുന്നു. അതേപോലെ ബാക്കി 4 ഗ്രഹങ്ങൾക്ക് മണ്ഡലങ്ങൾ എന്ന് പറയാം, അതിന്റെ മേഖലകളുണ്ട്. അപ്പോൾ അവിടെയുള്ള സുസ്ഥിതി, രേഖകളുടെ സുസ്ഥിതി, കൈയുടെ ഷേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫലം പറയുന്നത്. അതിന് വേറൊരു പ്രത്യേകതയുള്ളത്, ജ്യോതിഷ സംബന്ധമായിട്ട് ഒരാളെ പറ്റി നമുക്കൊരു കാര്യം പറയണമെങ്കിൽ ആ ആളിന്റെ അനുവാദം വേണം. അവര് നമ്മൾക്ക് അവരുടെ ജനിച്ച സമയം ഡേറ്റിനെ പറ്റിയൊക്കെയുള്ള വിശദാംശങ്ങൾ നൽകണം. പക്ഷെ ഹസ്തരേഖ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വേറൊരാളെ പറ്റിയുള്ള മുന്നറിവ് ഉണ്ടാകും. ആ മുന്നറിവ് ഉണ്ടായാൽ നമ്മൾ പെരുമാറുന്ന ആളുകൾ ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റും. അതിന് ആളിങ്ങ് വരുമെന്ന് ഞാനൊന്ന് കൈ നോക്കട്ടെ എന്നും പറയേണ്ട കാര്യമില്ല. ഒരാൾ ദൂരെ നിന്നാൽ തന്നെ നമുക്ക് അവരുടെ കൈയുടെ ആകൃതി കാണുമ്പോൾ തന്നെ അവരുടെ സ്വഭാവം, ത്രിഗുണങ്ങളിൽ ഏതാണ് അവരെ നയിക്കുന്നത്, അവരെങ്ങനെയായിരിക്കും ഓരോ കാര്യങ്ങളോടുള്ള സമീപനം, അവരെ പറ്റിയുള്ള അവരുടെ സ്വഭാവത്തെ പറ്റി, പെരുമാറ്റ രീതിയെ പറ്റിയൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കും. അത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പേപ്പറൊക്കെ വായിക്കുമ്പോൾ അറിയാം, ഒരുപാട് സുഖകരമല്ലാത്ത സംഭവങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന അറിയാം, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ശാസ്ത്രം പഠിച്ചിരുന്നാൽ മറ്റാളുകളെ കാണുമ്പോൾ തന്നെ അവരുടെ സ്വഭാവത്തെ പറ്റിയുള്ള ഒരു അറിവുണ്ടാകും. അതനുസരിച്ച് നമുക്ക് അവരോട് പെരുമാറുകയും ചെയ്യാൻ പറ്റും. കൈയുടെ ആകൃതിയാണ് ആളുകളുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതെങ്കിൽ കയ്യിലുള്ള രേഖകൾ നമ്മുടെ ജീവിത അനുഭവങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നു. പ്രകൃതി എന്ന് പറയുന്നത് ഊർജ്ജ സ്രോതസ്സാണ്. കയ്യിലൊക്കെ എനർജി സെന്റേഴ്സ് ഉണ്ട്. അത് പ്രകൃതിയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അത് ബ്രെയിനിലേക്ക് നമ്മുടെ സംവേദനങ്ങൾ അയക്കുന്നു. ബ്രെയിനിൽ നിന്ന് സംവേദനങ്ങൾ കൈകളിലേക്കും വരുന്നു. ആ വൈറ്റൽ ഫ്ലൂയിഡ് തന്നെ നമ്മുടെ കൈകളിൽ രേഖകളായിട്ട് രൂപപ്പെട്ടു വരുന്നു. നമ്മുടെ ചിന്തകൾ അനുസരിച്ച് രേഖകൾക്ക് വ്യത്യാസം വരും. ചിന്തകൾ നമുക്ക് മാറുന്നത് തന്നെ നമ്മുടെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും ഒക്കെ മാറുന്നതനുസരിച്ചാണ് കയ്യിൽ മാറ്റം പ്രകടമാകുന്നത്. പിന്നെ ചിന്തകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ചിന്തകൾ അനുസരിച്ച് മാറ്റം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ചോദിക്കും നല്ലത് ചിന്തിച്ചാൽ പോരെ എന്നൊരു ചോദ്യം വരാവുന്നതാണ്. ചിന്തകൾ നമുക്ക് ഏത് തരം ചിന്തകളാണ് വരുന്നത്, ആ ചിന്തകളെല്ലാം തന്നെ മെറ്റീരിയലൈസ് ചെയ്യണം എന്നില്ല. അപ്പോൾ അതും കയ്യിൽ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ യാത്ര പോകണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടെങ്കിൽ യാത്രയ്ക്കുള്ള രേഖകൾ കയ്യിൽ വരും. പക്ഷെ ആ രേഖയ്ക്ക് വേണ്ടത്ര ശുഭത്വം ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് ചിന്തിക്കുന്നതൊക്കെ ചിന്തകൾ മാറുന്നതനുസരിച്ച് കൈയുടെ നിറം, രൂപം, മൃദുത്വം, കാഠിന്യം, ഇതൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും.
അതുപോലെ തന്നെ ജ്യോതിഷത്തില് ഒരു ആളിന്റെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ജ്യോതിഷം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അവർ എന്തുകൊണ്ടാണ് നമ്മളോട് ഈ ഫലങ്ങൾ പറയുന്നതെന്ന്. പക്ഷെ ഹസ്തരേഖ അങ്ങനെയല്ല. നമ്മൾ പോയി കാണാൻ വരുന്ന ആൾക്കാർക്ക്, അല്ലെ ചോദിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു മാർക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവ ഗുണമോ ദോഷമോ ഉള്ളത്, അല്ലെ അനുഭവം, ഈ ഒരു രേഖയാണ് നിങ്ങൾക്ക് ഈ അനുഭവം സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കിപ്പോ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഒരു മുറിയിൽ ഇരുട്ടാണെങ്കിൽ അവിടെ ഒരു വെളിച്ചം, ഒരു പ്രകാശം, ഒരു കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന് അവിടെ ഇരിക്കാൻ പറ്റാത്തതുപോലെ നമ്മളുടെ സ്വഭാവത്തെ പറ്റി നമുക്കൊരു മുന്നറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് തന്നെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഹസ്തരേഖയ്ക്കുണ്ട്. അതുപോലെ ഈ ജ്യോതിഷവുമായിട്ട് തന്നെ, ജ്യോതിഷ പ്രകാരം തന്നെ ഗ്രഹങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്തും ഫലം പറയുന്നത്. ഓരോ ഗ്രഹങ്ങളും ജ്യോതിഷത്തിൽ നമ്മൾ അതിന്റെ ഗ്രഹങ്ങളുടെ ബലം അല്ലെങ്കിൽ അതിന്റെ ഫലദാനശേഷിയൊക്കെ കണക്കാക്കിയിട്ട് ഫലം പറയുന്നു. ഇവിടെ കയ്യിലും അത് തന്നെയാണുള്ളത്. ഓരോ ഗ്രഹങ്ങളും എങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ആള് ജനിക്കുന്ന സമയത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് കയ്യിൽ നോക്കുമ്പോൾ മനസ്സിലാകും. ഇവൻ കയ്യിൽ 5 വിരലുകളാണുള്ളത്. ഈ 5 വിരലുകളും 5 ഗ്രഹങ്ങളെ കാണിക്കുന്നു. കയ്യിൽ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ കയ്യിലെ മേഖലകളുണ്ട്, ഗ്രഹങ്ങളുടെ മേഖലകളുണ്ട്. അപ്പൊ ആ മേഖലകളൊക്കെ, ആ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഭാഗം ഉയർന്നിരിക്കുന്നു, താഴ്ന്നിരിക്കുന്നു, മീഡിയമായിരിക്കുന്നു എന്നൊക്കെ ഉള്ളതനുസരിച്ചായിരിക്കും ആ വ്യക്തിയിലെ ആ ഗ്രഹങ്ങൾ സൂചിപ്പിക്കും.